25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, രാജതിലകം തനിക്ക് രാജതിലകം നൽകുന്നതിന് യോഗ്യമാക്കി മാറ്റൂ. എത്രത്തോളം പഠനം പഠിക്കുമോ, ശ്രീമത്തനുസരിച്ച് നടക്കുമോ, എങ്കിൽ രാജതിലകം ലഭിക്കും. ചോദ്യം: ഏത് സ്മൃതിയിൽ ഇരിക്കുമെങ്കിൽ രാവണത്വത്തിൻ്റെ സ്മൃതി വിസ്മൃതമാകും? ഉത്തരം: സദാ ഈ സ്മൃതി ഉണ്ടായിരിക്കണം. നമ്മൾ സ്ത്രീയോ പുരുഷനോ അല്ല, നമ്മൾ ആത്മാക്കളാണ്. നമ്മൾ വലിയ ബാബ, അതായത് ശിവ് ബാബയിൽ നിന്നും ചെറിയ ബാബ, അതായത് ബ്രഹ്മാവിലൂടെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ഈ സ്മൃതി രാവണത്വത്തിൻ്റെ സ്മൃതിയെ മറപ്പിക്കും. നമ്മൾ ഒരു ബാബയുടെ സന്താനങ്ങളാണ് എന്ന സ്മൃതി വന്നിരിക്കെ രാവണത്വത്തിൻ്റെ സ്മൃതി സമാപ്തമാകുന്നു. ഇതും പവിത്രമായിരിക്കാനുള്ള വളരെ നല്ല യുക്തിയാണ്. എന്നാൽ ഇതിൽ പ്രയത്നം ആവശ്യമാണ്. ഗീതം: നിന്നെ നേടി ഞങ്ങൾ മുഴുവൻ ലോകവും നേടി. ഓം ശാന്തി. ആത്മീയ അച്ഛനിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. നോക്കൂ, എല്ലാവരും തിലകം ഇവിടെ അഥവാ ഭൃഗുടിയിലാണ് ഇടുന്നത്. ഈ സ്ഥാനം ഒന്നാമതായി ആത്മാവിൻ്റെ നിവാസ സ്ഥാനമാണ്. രണ്ടാമതായി രാജതിലകവും ഇവിടെയാണ് അണിയിക്കുന്നത്. ഇത് ആത്മാവിൻ്റെ അടയാളം തന്നെയാണ്. ഇപ്പോൾ ആത്മാവിന് ബാബയുടെ സമ്പത്ത് വേണം, സ്വർഗത്തിൻ്റെത്. വിശ്വത്തിൻ്റെ രാജ്യതിലകം വേണം. സൂര്യവംശി, ചന്ദ്രവംശി, മഹാരാജ, മഹാറാണി ആകുന്നതിനു വേണ്ടി പഠിക്കുന്നു. ഇത് പഠിക്കുക എന്നാൽ സ്വയം തനിക്ക് രാജതിലകം നൽകുന്നത് പോലെയാണ്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പഠിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ നിവസിക്കുന്ന ആത്മാവ് പറയുന്നു, ബാബ, നമ്മൾ അങ്ങിൽ നിന്നും വിശ്വത്തിൻ്റെ സ്വരാജ്യം തീർച്ചയായും പ്രാപ്തമാക്കും. തനിക്ക് വേണ്ടി ഓരോരുത്തർക്കും സ്വന്തം പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. പറയുന്നു, ബാബ നമ്മൾ ഇങ്ങനെയുള്ള സൽപുത്രനായി കാണിക്കും. നമ്മൾ എങ്ങനെ നടക്കുന്നു എന്ന് നമ്മുടെ പെരുമാറ്റത്തെ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ സ്വയം തനിക്ക് രാജതിലകം നൽകുവാൻ യോഗ്യരായോ അതോ ഇല്ലയോ എന്ന് താങ്കൾക്കും അറിയാൻ സാധിക്കും. കുട്ടികളായ നിങ്ങൾക്ക് ബാബയുടെ സൽപുത്രനായി കാണിക്കണം. ബാബ, നമ്മൾ അങ്ങയുടെ പേര് തീർച്ചയായും പ്രശസ്തമാക്കും. നമ്മൾ അങ്ങയുടെ സഹായിയും സ്വന്തം സഹായിയുമായി ഭാരതത്തിൽ സ്വന്തം രാജ്യം ഭരിക്കും. നമ്മുടെ രാജ്യമാണ് എന്ന് ഭാരതവാസികൾ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഇപ്പോൾ നമ്മൾ വിഷയവൈതരണി നദിയിൽ കിടക്കുകയാണ് എന്ന് ആ പാവങ്ങൾക്ക് അറിയില്ല. ആത്മാക്കളായ നമ്മുടെ രാജ്യമല്ല. ഇപ്പോഴാകട്ടെ ആത്മാവ് തലകീഴായി തൂങ്ങിക്കിടക്കുന്നു. കഴിക്കുവാൻ പോലും ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ ബാബ പറയുന്നു, ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം പോലും ലഭിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പോയി ഇവരെ രാജയോഗം പഠിപ്പിക്കട്ടെ. അപ്പോൾ ബാബ രാജയോഗം പഠിപ്പിക്കുവാനായി വരുന്നു. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുന്നു. ആ ഒന്ന് പുതിയ ലോകം രചിക്കുന്നയാളാണ്. ബാബ പതീത പാവനമാണ്, ജ്ഞാനസാഗരവുമാണ്. ഇത് നിങ്ങൾക്കല്ലാതെ മറ്റാരുടെ ബുദ്ധിയിലുമില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ബാബ ജ്ഞാനത്തിൻ്റെ സാഗരവും സുഖത്തിൻ്റെ സാഗരവുമാണ് എന്നത് നിങ്ങൾ കുട്ടികൾ മാത്രമാണ് അറിയുന്നത്.
ഈ മഹിമ ഉറച്ച രീതിയിൽ ഓർമ്മിക്കൂ, മറക്കാതിരിക്കൂ. ബാബയുടെ മഹിമയാണല്ലോ. ആ ബാബ പുനർജന്മരഹിതമാണ്. കൃഷ്ണന്റെ മഹിമ തികച്ചും വ്യത്യസ്തമാണ്. പ്രൈം മിനിസ്റ്ററിൻ്റെയും പ്രസിഡന്റിൻ്റെയും മഹിമ വ്യത്യസ്തമായിരിക്കുമല്ലോ. ബാബ പറയുന്നു, എനിക്കും ഈ ഡ്രാമയിൽ ഉയർന്നതിലും ഉയർന്ന പാർട്ട് ലഭിച്ചിരിക്കുന്നു. ഇത് പരിധിയില്ലാത്ത നാടകമാണെന്നും ഇതിൻ്റെ ആയുസ് എത്രയാണെന്നും ഡ്രാമയിലെ ആക്ടേഴ്സ് അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. അറിയുന്നില്ലെങ്കിൽ അവരെ അവിവേകി എന്ന് പറയും. പക്ഷേ ഇതാരും മനസ്സിലാക്കുന്നില്ല. ബാബ വന്ന് മനുഷ്യൻ എന്തിൽ നിന്നും എന്തായി മാറുന്നു എന്നതിൻ്റെ വ്യത്യാസം പറഞ്ഞു തരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, മനുഷ്യർക്ക് 84 ജന്മം എങ്ങനെ എടുക്കുന്നു എന്നത് തീർത്തും അറിയില്ല. ഭാരതം എത്ര ഉയർന്നതായിരുന്നു. ചിത്രങ്ങളുണ്ടല്ലോ. സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും എത്ര ധനം കൊള്ളയടിച്ചു കൊണ്ടുപോയി. എത്ര ധനമുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ഇവിടെ പരിധിയില്ലാത്ത ബാബയുമായി കൂടിക്കാഴ്ചയ്ക്ക് വന്നിരിക്കുന്നു. ബാബയിൽ നിന്നും രാജതിലകം ശ്രീമത് അനുസരിച്ച് നേടുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് കുട്ടികൾ അറിയുന്നു. ബാബ പറയുന്നു, തീർച്ചയായും പവിത്രമാകേണ്ടി വരും. ജന്മജന്മാന്തരങ്ങളായി വിഷയവൈതരണി നദിയിൽ ശ്വാസം മുട്ടി ക്ഷീണിതരായില്ലേ? നമ്മൾ പാപിയാണ്. നിർഗുണനായ എന്നിൽ യാതൊരു ഗുണവുമില്ല എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായും എപ്പോഴോ ഗുണങ്ങൾ ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ ഇല്ല. നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയും സർവഗുണ സമ്പന്നവും ആയിരുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ യാതൊരു ഗുണവും അവശേഷിക്കുന്നില്ല. ഇതും ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളുടെ രചയിതാവ് ബാബയാണ്. അപ്പോൾ ബാബയ്ക്കും എല്ലാ കുട്ടികളോടും ദയവ് തോന്നുന്നു. ബാബ പറയുന്നു, എനിക്കും ഡ്രാമയിൽ ഈ പാർട്ടുണ്ട്. എത്ര തമോ പ്രധാനമായിരിക്കുന്നു. അസത്യം, പാപം, വഴക്കുകൾ, എന്തെല്ലാമാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒരു സമയത്ത് വിശ്വത്തിൻ്റെ അധികാരിയും ഡബിൾ കിരീടധാരിയും ആയിരുന്നു എന്നത് എല്ലാ ഭാരതവാസികളായ കുട്ടികളും മറന്നുപോയി. ബാബ അവർക്ക് സ്മൃതി വരുത്തുന്നു. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. പിന്നെ നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്ത് വന്നിരിക്കുന്നു. നിങ്ങൾ തൻ്റെ 84 ജന്മങ്ങളെ മറന്നുപോയി. അത്ഭുതം തന്നെ. 84 പകരം 84 ലക്ഷം ജന്മം ആക്കിയിരിക്കുന്നു. പിന്നെ കൽപ്പത്തിൻ്റെ ആയുസ്സും ലക്ഷം വർഷങ്ങൾ എന്ന് പറയുന്നു. ഘോര അന്ധകാരമാണല്ലോ. എത്ര അസത്യമാണ്. ഭാരതം തന്നെയാണ് സത്യഖണ്ഡം ആയിരുന്നത്. ഭാരതം തന്നെയാണ് അസത്യഖണ്ഡം. അസത്യഖണ്ഡം ആക്കിയത് ആരാണ്? സത്യഖണ്ഡം ആക്കിയത് ആരാണ്? ഇത് ആർക്കും അറിയില്ല. രാവണനെ തീർത്തും അറിയുന്നില്ല. ഭക്തർ രാവണനെ കത്തിക്കുന്നു. ഏതെങ്കിലും റിലീജിയസ് ആയ വ്യക്തിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ, മനുഷ്യൻ എന്തെല്ലാമാണ് ഈ ചെയ്യുന്നത്. ഹെവൻ എന്നും പാരഡൈസ് എന്നും പറയുന്ന സത്യയുഗത്തിൽ ചെകുത്താൻ അഥവാ രാവണൻ എവിടെ നിന്ന് വന്നു? നരകത്തിലെ മനുഷ്യൻ അവിടെ എങ്ങനെ ഉണ്ടാക്കും? അപ്പോൾ തീർച്ചയായും ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കും. നിങ്ങൾക്ക് രാമരാജ്യത്തിൻ്റെ ചിത്രം ഉപയോഗിച്ച് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കും ഇതിൽ രാവണൻ എവിടെ നിന്ന് വന്നു എന്നത്. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, പക്ഷേ മനസ്സിലാക്കുന്നതുമില്ല. വിരളമായേ ആരെങ്കിലും വരുന്നുള്ളൂ. നിങ്ങൾ എത്ര കുറച്ചാണ്. അതും മുന്നോട്ട് പോകുമ്പോൾ നോക്കണം എത്ര പേരാണ് നിലനിൽക്കുന്നത് എന്ന്. അപ്പോൾ ബാബ ഇത് മനസ്സിലാക്കിച്ചു തന്നു.
ആത്മാവിൻ്റെ ഒരു ചെറിയ അടയാളവും ഇവിടെ തന്നെയാണ് കാണിക്കുന്നത്. വലിയ അടയാളമാണ് രാജതിലകം. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. സ്വയം തന്നെ വലിയ തിലകം എങ്ങനെ അണിയിക്കണം, നിങ്ങൾക്ക് സ്വരാജ്യം എങ്ങനെ പ്രാപ്തമാക്കുവാൻ സാധിക്കും, ആ വഴി പറഞ്ഞു തരുന്നു. അതിന് രാജയോഗം എന്ന പേര് നൽകിയിരിക്കുന്നു. പഠിപ്പിക്കുന്നത് ബാബയാണ്. കൃഷ്ണന് ഒരിക്കലും അച്ഛനാകാൻ സാധിക്കില്ല. കൃഷ്ണനാകട്ടെ കുട്ടിയാണ്. പിന്നീട് രാധയുമായി സ്വയംവരം നടക്കുന്നു. അപ്പോൾ ഒരു കുട്ടി ഉണ്ടാകും. പിന്നെ കൃഷ്ണന് ഇത്രയും റാണിമാരെയും മറ്റും നൽകിയിരിക്കുന്നത് അസത്യമാണല്ലോ. എന്നാൽ ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും കേൾക്കും. എങ്ങനെയാണ് നമ്മൾ ആത്മാക്കൾ മുകളിൽ നിന്നും പാട്ട് അഭിനയിക്കുവാൻ വരുന്നത് എന്നത് ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരെണ്ണം എടുക്കുന്നു. ഇത് വളരെ സഹജമാണല്ലോ. കുട്ടി ജനിക്കുമ്പോൾ ഇത് പറയൂ എന്ന് അതിനെ പഠിപ്പിക്കുന്നു. അപ്പോൾ പഠിപ്പിക്കുന്നതിലൂടെ പഠിച്ചെടുക്കുന്നു. നിങ്ങളെ ബാബ എന്താണ് പഠിപ്പിക്കുന്നത്? ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ എന്ന് പറയുന്നു. നീ മാതാവും പിതാവും എന്ന് നിങ്ങൾ പാടുന്നുമുണ്ട്. തീർച്ചയായും അളവറ്റ സുഖം ലഭിക്കുന്നുവെന്ന് ആത്മാവ് പാടുന്നുവല്ലോ. കുട്ടികളായ നിങ്ങൾക്കറിയാം, ശിവബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ശിവബാബയുടെ അടുക്കൽ വന്നിരിക്കുന്നു. ഭാഗീരഥം മനുഷ്യന്റെ രഥമാണല്ലോ. ഇതിൽ പരംപിത പരമാത്മാവ് വിരാജിതമാകുന്നു. എന്നാൽ രഥത്തിന്റെ നാമം എന്താണ്? ഇപ്പോൾ നിങ്ങൾക്കറിയാം, നാമം ബ്രഹ്മാവ് എന്നാണ്. കാരണം ബ്രഹ്മാവിലൂടെയാണല്ലോ ബ്രാഹ്മണരെ രചിക്കുന്നത്. ആദ്യമായി ഉള്ളത് കുടുമയായ ബ്രാഹ്മണൻ, പിന്നീട് ദേവത. ആദ്യം ബ്രാഹ്മണനാണ് വേണ്ടത്. അതിനാൽ വിരാട് രൂപവും കാണിച്ചിരിക്കുന്നു. നിങ്ങൾ ബ്രാഹ്മണർ തന്നെ പിന്നീട് ദേവതയാകുന്നു. ബാബ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. എന്നിട്ടും മറന്നു പോകുന്നു. ബാബ പറയുന്നു, കുട്ടികളെ സദാ ഈ സ്മൃതി വയ്ക്കൂ. നമ്മൾ സ്ത്രീയോ പുരുഷനോ അല്ല, നമ്മൾ ആത്മാവാണ്. നമ്മൾ വലിയ ബാബയിൽ നിന്നും ചെറിയ ബാബയിലൂടെ, അതായത് ശിവ് ബാബയിൽ നിന്നും ബ്രഹ്മാവിലൂടെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ രാവണത്വത്തിൻ്റെ സ്മൃതി വിസ്മൃതമാകും. ഇത് പവിത്രമായിരിക്കാനുള്ള വളരെ നല്ല യുക്തിയാണ്. ബാബയുടെ അടുക്കൽ ധാരാളം ജോഡികൾ വരുന്നു. രണ്ടുപേരും പറയുന്നു, ബാബ, നമ്മൾ ഒരു ബാബയുടെ സന്താനങ്ങളാണ് എന്ന സ്മൃതി വന്നിരിക്കെ പിന്നെ രാവണ അവസ്ഥയുടെ സ്മൃതി വിസ്മൃതമാകേണ്ടതാണ്. ഇതിൽ പ്രയത്നം ആവശ്യമാണ്. പ്രയത്നമില്ലാതെ ഒന്നും നടക്കുകയില്ല. നമ്മൾ ബാബയുടേതായിരിക്കുന്നു. ആ ഒന്നിനെ തന്നെ ഓർമ്മിക്കുന്നു. ബാബയും പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. 84 ജന്മങ്ങളുടെ കഥയും തികച്ചും സഹജമാണ്. പിന്നെ പ്രയത്നമുള്ളത് ബാബയെ ഓർമ്മിക്കുന്നതിലാണ്. ബാബ പറയുന്നു, ഏറ്റവും കുറഞ്ഞത് പുരുഷാർത്ഥം ചെയ്ത് 8 മണിക്കൂർ ഓർമ്മിക്കൂ. 1 നാഴിക, അരനാഴിക, ഇങ്ങനെ. ക്ലാസ്സിലേക്ക് വരൂ. അപ്പോൾ ബാബയാണ് നമ്മളെ ഇത് പഠിപ്പിക്കുന്നത് എന്ന സ്മൃതി വരും. ഇപ്പോൾ നിങ്ങൾ ബാബയുടെ സന്മുഖത്താണല്ലോ. ബാബ കുട്ടികളെ കുട്ടികളെ എന്ന് വിളിച്ച് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളായ നിങ്ങൾ കേൾക്കുന്നു. ബാബ പറയുന്നു, ഹിയർ നോ ഈവിൾ. ഇതും ഇപ്പോഴത്തെ കാര്യമാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ജ്ഞാനസാഗരനായ ബാബയുടെ അടുക്കൽ സന്മുഖത്ത് വന്നിരിക്കുന്നു.
ജ്ഞാനസാഗരനായ ബാബ നിങ്ങളെ മുഴുവൻ സൃഷ്ടിയുടെയും ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ആരെങ്കിലും എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് അവരുടെ മേലാണ്. ബാബ വന്ന് ഇപ്പോൾ നമുക്ക് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ രാജയോഗം പഠിക്കുന്നു. പിന്നീട് ഏതെങ്കിലും ശാസ്ത്രത്തിൻ്റെയോ ഭക്തിയുടെയോ അംശം ഉണ്ടായിരിക്കുകയില്ല. ഭക്തിമാർഗത്തിൽ ജ്ഞാനത്തിൻ്റെ അംശം പോലുമില്ല. ജ്ഞാനമാർഗത്തിൽ പിന്നെ ഭക്തിയുടെ അംശം പോലുമില്ല. ജ്ഞാനസാഗരൻ എപ്പോൾ വരുന്നുവോ അപ്പോഴാണ് ആ ഒന്ന് ജ്ഞാനം കേൾപ്പിക്കുന്നത്. ആ ഒന്നിൻ്റെ ജ്ഞാനം തന്നെ സദ്ഗതിക്ക് വേണ്ടിയാണ്. സദ്ഗതി ദാതാവ് ഒന്നാണ്. ആ ഒന്നിനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. എല്ലാവരും ഒരേ ഒരു പതീത പാവനെ വിളിക്കുന്നു. പിന്നെ രണ്ടാമതൊരാൾ എങ്ങനെ ഉണ്ടാകും? ഇപ്പോൾ ബാബയിലൂടെ കുട്ടികളായ നിങ്ങൾ സത്യമായ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ബാബ ഇത് കേൾപ്പിച്ചിട്ടുണ്ട്. കുട്ടികളെ, ഞാൻ നിങ്ങളെ എത്ര ധനികരാക്കി മാറ്റിയിരുന്നു. 5000 വർഷത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾ ഡബിൾ കിരീടധാരിയായിരുന്നു. പവിത്രതയുടെയും കിരീടമുണ്ടായിരുന്നു. പിന്നെ എപ്പോൾ രാവണ രാജ്യം ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങൾ പൂജാരിയായി മാറുന്നു. ഇപ്പോൾ ബാബ പഠിപ്പിക്കുവാനായി വന്നിരിക്കുന്നു. അതിനാൽ ആ ഒന്നിൻ്റെ ശ്രീമത്തനുസരിച്ച് നടക്കണം. മറ്റുള്ളവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബ പറയുന്നു, എനിക്ക് ഈ ശരീരം ലോണായി സ്വീകരിക്കേണ്ടി വരുന്നു. മഹിമ മുഴുവനും ആ ഒന്നിനാണ്. ഞാനാകട്ടെ ആ ഒന്നിൻ്റെ രഥമാണ്, കാളയല്ല. ബലിഹാരി മഹത്വം മുഴുവൻ നിങ്ങൾ ഏവരുടേതുമാണ്. ബാബ നിങ്ങളെയാണ് കേൾപ്പിക്കുന്നത്. ഞാൻ ഇടയിലിരുന്ന് കേൾക്കുകയാണ്. എന്നെ ഒറ്റയ്ക്ക് എങ്ങനെ കേൾപ്പിക്കുവാനാണ്? നിങ്ങളെ കേൾപ്പിക്കുന്നു, ഞാനും കേൾക്കുന്നു. ഇദ്ദേഹവും പുരുഷാർത്ഥിയായ സ്റ്റുഡൻ്റാണ്. നിങ്ങളും സ്റ്റുഡൻ്റാണ്. ഇദ്ദേഹവും പഠിക്കുന്നു, ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. എത്ര സന്തോഷത്തിലിരിക്കുന്നു. ലക്ഷ്മി നാരായണന്മാരെ കാണുമ്പോൾ നമ്മൾ ഇതാകാൻ പോകുന്നവരാണ് എന്ന് സന്തോഷമുണ്ടാകുന്നു. നിങ്ങൾ സ്വർഗത്തിലെ പ്രിൻസസ് ആകുന്നതിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. രാജയോഗമാണല്ലോ. എയിം ഒബ്ജക്റ്റുമുണ്ട്. പഠിപ്പിക്കുന്നയാളും ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത്രയും സന്തോഷം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ബാബയിൽ നിന്നും നമ്മൾ കൽപ്പം തോറും സമ്പത്ത് നേടുന്നു. ഇവിടെ ജ്ഞാനസാഗരൻ്റെ അടുക്കൽ വരുന്നു. ജലത്തിൻ്റെ കാര്യം തന്നെയില്ല. ഇതാകട്ടെ ബാബ സന്മുഖത്ത് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളും ഈ ദേവതയാകുന്നതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ആര് എത്ര പഠിക്കുമോ അത്രയും ഉയർന്ന പദവി നേടും. ഓരോരുത്തർക്കും തൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. നിരാശരാകാതിരിക്കൂ. വളരെ വലിയ ലോട്ടറിയാണ്. മനസ്സിലാക്കിയിട്ടും ആശ്ചര്യപ്പെട്ട് അവർ ഓടിപ്പോകുന്നു. പഠനം ഉപേക്ഷിക്കുന്നു. മായ എത്ര ബലവാനാണ്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്വയം തനിക്ക് രാജതിലകം നൽകുന്നതിന് യോഗ്യമാക്കണം. സൽപുത്രരായി തെളിവ് നൽകണം. പെരുമാറ്റം വളരെ റോയലാക്കി വെക്കണം. ബാബയുടെ പരിപൂർണ സഹായിയാകണം. നമ്മൾ സ്റ്റുഡൻ്റാണ്. ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സന്തോഷത്തോടെ പഠനം പഠിക്കണം.
ഒരിക്കലും പുരുഷാർത്ഥത്തിൽ നിരാശരാകരുത്. വരദാനം: തൻ്റെ അധികാരത്തിൻ്റെ ശക്തിയിലൂടെ ത്രിമൂർത്തി രചനയെ സഹയോഗി ആക്കി മാറ്റുന്ന മാസ്റ്റർ രചയിതാവായി ഭവിക്കട്ടെ. ത്രിമൂർത്തി ശക്തികളായ മനസ്സും ബുദ്ധിയും സംസ്കാരവും ഇവ മാസ്റ്റർ രചയിതാവായ താങ്കളുടെ രചനയാണ്. ഇവയെ തൻ്റെ അധികാരത്തിൻ്റെ ശക്തിയിലൂടെ സഹയോഗി ആക്കൂ. ഏതുപോലെ രാജാവ് സ്വയം കാര്യങ്ങൾ ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നു. ചെയ്യുന്നവരുടെ രാജ്യ കാര്യവ്യവഹാരങ്ങൾ വേറെയായിരിക്കും. അതേപോലെ ആത്മാവും ചെയ്യിക്കുന്നവനാണ്. ചെയ്യുന്നവർ ഈ വിശേഷ ത്രിമൂർത്തി ശക്തികളാണ്. അപ്പോൾ മാസ്റ്റർ രചയിതാവിൻ്റെ വരദാനത്തെ സ്മൃതിയിൽ വച്ച് ത്രിമൂർത്തി ശക്തികളെയും സാകാര കർമ്മേന്ദ്രിയങ്ങളെയും ശരിയായ വഴിയിലൂടെ നടത്തിക്കൂ. സ്ലോഗൻ: അവ്യക്ത പാലനയുടെ വരദാനത്തിൻ്റെ അധികാരം നേടുന്നതിനായി സ്പഷ്ടവാദി ആകൂ. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയുടെയും പ്യൂരിറ്റിയുടെയും പേഴ്സണാലിറ്റി ധാരണ ചെയ്യൂ. പവിത്രത കേവലം ബ്രഹ്മചര്യം അല്ല, അത് ഫൗണ്ടേഷനാണ്. എന്നാൽ അതിനോടൊപ്പം മറ്റ് 4 കൂടിയുണ്ട്. ക്രോധവും മറ്റെല്ലാ കൂട്ടാളികളും ആരാണോ ആ മഹാഭൂതങ്ങളുടെ ത്യാഗം, അതിനോടൊപ്പം അവയുടെയും സന്തതികളായ ചെറിയ ചെറിയ അംശവും വംശവും എന്താണോ അതിനെയും ത്യാഗം ചെയ്യൂ. അപ്പോൾ പ്യൂരിറ്റിയുടെ ആത്മീയ റോയൽറ്റി ധാരണ ചെയ്തിരിക്കുന്നു എന്ന് പറയും. സങ്കല്പങ്ങളുടെ സർവവിസ്താരത്തെയും സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ഞാൻ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാകുന്നു. പവിത്ര സ്വരൂപമാണ്. ഈ ശക്തിശാലി സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കി മാറ്റുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരവും ആകുന്ന സൂക്ഷ്മ ശക്തികളെ എൻ്റെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ ബുദ്ധി ബലത്തിലൂടെ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയാകുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന എൻ്റെ മധുരമായ ഗ്രഹത്തിൽ, നിരാകാരി ലോകത്തിൽ നിരാകാരനായ പരമാത്മാവിൻ്റെ സമീപം നിരാകാര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ദിവ്യവും തേജസ്വിയുമായ സ്വരൂപത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ പരമാത്മാവിൽ നിന്നും ഒരു പ്രകാശധാരയായി പ്രവഹിക്കുന്ന സമസ്ത ശക്തികളും ഗുണങ്ങളും ആത്മാവിൽ നിറയുന്നു. ഈ
ദിവ്യ അലൗകിക ഈശ്വരീയ സംഘത്തിലൂടെ പ്രാപ്തമായ ശക്തി സർവ അലൗകിക വിശേഷതകളെയും ജീവിതത്തിൽ പകർത്തുവാനുള്ള വിശേഷ വരദാനമായി മാറുന്നു. ഈ സമ്പന്നമായ അലൗകിക സ്ഥിതി നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് ബുദ്ധിബലത്താൽ മടങ്ങി വരുന്നു.